ഞാൻ 22-ാം തീയതി ഡൽഹിയിലേക്ക് പോയി. 24-ാം തീയതി സത്യപ്രതിജ്ഞ. ഞാൻ ഇന്നലെ 3-ാം തീയതി പാർലമെൻറ്റ് തീരുമെന്ന് പറഞ്ഞു. 2-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പാർലമെൻറ്റ് പിരിഞ്ഞു. 3-ാം തീയതി തീരുമെന്ന് വിചാരിച്ചു. 4-ാം തീയതി രാവിലെ ടിക്കറ്റ് എടുത്തു. ഇന്നലെ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ നേരെ ഇന്ന് മാവേലിയിൽ രാവിലെ ഇവിടെ വന്നു. ഞാൻ കഴിഞ്ഞ 22 തൊട്ട് ഇന്നലെ വരെ ഡൽഹിയിലായിരുന്നു. ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോഴാണ് ചില സംഭവവികാസങ്ങൾ കാസർഗോഡ് നടന്നത്. എനിക്കെതിരെ ഒരു വ്യക്തി 2,20,00,000 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. DYFI, വിപ്ലവ വീര്യമുള്ള യുവജന പ്രസ്ഥാനമായ DYFI, ഒരു പ്രിൻസിപ്പളിൻ്റെ ചെകിട അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം, പ്രിൻസിപ്പളിൻ്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന് പറഞ്ഞ പ്രസ്ഥാനം, ഇടിമുറികൾ കോളേജ് ക്യാമ്പസുകൾ സ്ഥാപിക്കുന്ന ഒരു പ്രസ്ഥാനം, വിപ്ലവ വീര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. MP ഡൽഹിയിലേക്കാണെന്നറിയാം. ഡൽഹി തിരിച്ച് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഇവിടെ വരും. MP കൂടെ വീട്ടിലുള്ളപ്പോൾ വേണ്ടേ ഈ ദിവസം തിരഞ്ഞെടുക്കാൻ? മുഖ്യമന്ത്രി സ്വിറ്റ്സർലൻഡിലും സിംഗപ്പൂരിലും പോകുമ്പോഴാണോ മുഖ്യമന്ത്രിയുടെ വീട് കളയാൻ പോകുന്നത്? അതാണോ എൻ്റെ മര്യാദ? 2, ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വല്പം വിവരമുള്ള ആളാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ 1,00,000 വോട്ടിന് പുള്ളി തോക്കാൻ കാരണം എന്താണെന്ന്. പഠിപ്പുണ്ടായിട്ട് മാത്രം പോരല്ലോ, വിവരം വേണമല്ലോ, സാമാന്യ ബോധം വേണമല്ലോ. ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ ആ ആരോപണങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ DYFIയെ ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്കെതിരെ ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്ററെ ഞാൻ വെല്ലുവിളിക്കുന്നു. അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി, അവർക്ക് പരിചയക്കുറവുണ്ട്, അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടി. എന്ത് പറയണ്ടെന്ന് അവർക്കറിയില്ല. എന്നാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് അതും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഞാൻ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രസ്താവന ഞാൻ ഗൗരവത്തിലെടുക്കുന്നു. നമ്മുടെ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കുന്നു. DYFIയുടെ ആവശ്യവും ഞാൻ ഗൗരവത്തിലെടുക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച 17 കോടി രൂപയും എൻ്റെ മുൻഗാമിയായ P. കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി രൂപ കണ്ടുപിടിച്ച് അതും കൂടി നേടിയെടുത്ത് 19.5 കോടി രൂപ ഞാൻ എൻ്റെ MP ഫണ്ടിലൂടെ കാസർഗോഡ് ചെലവഴിച്ചിട്ടുണ്ട്. ഈ 19.5 കോടി രൂപയിൽ 10 രൂപയുടെ ഒരു ചായ രാജ്മോഹൻ ഉണ്ണിത്താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിച്ചാൽ അന്ന് എൻ്റെ MP സ്ഥാനം ഞാൻ രാജിവെക്കാം, പൊതുപ്രവർത്തനം നിർത്താം. ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുപ്രവർത്തനം നിർത്താവോ? DYFIയുടെ കാസർഗോഡ് കമ്മിറ്റി പിരിച്ചുവിടാവോ? ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച BJP സ്ഥാനാർത്ഥി ആരോപണം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാവോ? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജില്ലാ കളക്ടർ അവരുടെ ആളാണ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അവരുടെ ആളാണ്, BDOമാർ മുഴുവൻ അവരുടെ ആളാണ്. MP ഫണ്ടിൽ MPക്ക് യാതൊരു കാര്യവുമില്ല. MP ഫണ്ട് ഏതൊക്കെ ആവശ്യത്തിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന MP ആണ്. പിന്നെ MPക്ക് ഒരു റോളുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ഹൈമാസ് ലൈറ്റ് എവിടെയെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ രാജ്മോഹൻ താൻ ചോദിച്ചു കിടക്കയില്ല, ആർക്കെങ്കിലും ഹൈമാസ് ലൈറ്റ് വേണോ? ഹൈമാസ് ലൈറ്റ് ആരെങ്കിലും ഒരാൾ എന്നോട് ആവശ്യപ്പെടുന്നു, സർ ഇന്ന സ്ഥലത്തൊരു ഹൈമാസ് ലൈറ്റ് വേണം, അല്ലെങ്കിൽ മിനിമാസ് ലൈറ്റ് വേണം, ഞാൻ അവരുടെ അടുത്ത് പറയും അപേക്ഷ തരാൻ പറയും, അപേക്ഷ തരും. കുറേ അപേക്ഷകളാകുമ്പോൾ ഞാൻ അത് പഞ്ചായത്തിന് അയച്ചു കൊടുക്കും, മുനിസിപ്പാലിറ്റിക്ക് അയച്ചു കൊടുക്കും. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഞാൻ അയച്ചു കൊടുക്കുന്ന അപേക്ഷകൾ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചുകൂട്ടി, മുനിസിപ്പൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി അത് പാസ്സാക്കി തിരിച്ചു തരണം. പഞ്ചായത്തുകൾ പാസ്സാക്കി തരുന്ന റെസൊല്യൂഷൻ ഞാൻ നേരെ കളക്ടർക്ക് അയച്ചു കൊടുക്കുന്നത്. എന്തിനാണ് പഞ്ചായത്ത് പാസ്സാക്കുന്നത്? കാരണം ഇതിന് ഞാൻ വെച്ച സകല ഹൈമാസ് ലൈറ്റിനും 5 വർഷത്തെ വാറണ്ടി ഉണ്ട്, 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്.
ഈ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന പഞ്ചായത്താണ്. 5 വർഷത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും തീർന്നാൽ ഈ ലൈറ്റിന് മെയിൻ്റനൻസ് വന്നാൽ ആ മെയിൻ്റനൻസ് നോക്കുന്നത് പഞ്ചായത്താണ്. 5 വർഷം ഈ കമ്പനി നോക്കണം. കാര്യം 5 വർഷത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ MLA മാർ സ്ഥാപിച്ച ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾക്ക് 3 വർഷം മാത്രം ഗ്യാരണ്ടി ഉള്ളപ്പോൾ MP സ്ഥാപിച്ച ലൈറ്റുകൾക്ക് 5 വർഷത്തെ വാറണ്ടി എന്തിനാണ് ഞാൻ വാങ്ങിച്ചത്? പഞ്ചായത്തുകളുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പരമാവധി അവരെ ഒഴിവാക്കാനാണ്. MLA മാർ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും 3 കൊല്ലം കഴിയുമ്പോൾ തീരും. പിന്നെ പണി വന്നാൽ അവർ ചെയ്യണം. എൻ്റെ ലൈറ്റിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും 5 കൊല്ലം കഴിയുമ്പോഴേ തീരൂ. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെയിൻ്റനൻസ് ചെയ്താൽ മതി. അതുവരെ 5 കൊല്ലമൊന്നും ഒരു മെയിൻ്റനൻസും വരില്ലല്ലോ. അപ്പോൾ നമ്മളിത് പ്ലാനിംഗ് ഓഫീസിലേക്ക് ഇവിടുന്ന് പഞ്ചായത്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കൺസേൺ ബ്ലോക്കിലേക്ക് പോകും. ആകെ ഇപ്പോൾ 100 ലൈറ്റ്, 100 ലൈറ്റിൽ 10 കാഞ്ഞങ്ങാട്, 10 നീലേശ്വരം, ബാക്കി പഞ്ചായത്ത്. അപ്പോൾ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ MP ഫണ്ടിൽ നിന്ന് 10 ലൈറ്റുകൾ, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, 10 ലൈറ്റുകൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ള ഏജൻസികൾ, അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിക്കുന്നു. അക്രഡിറ്റഡ് ഏജൻസി 1 കെൽട്രോൺ, 2 കെല്ല്, 3 സിൽക്ക്.